ആർത്രോസ്കോപ്പിയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് വിച്ച് ഇസ് എ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പാർട്ട് ഓഫ് യുവർ ജോബ്? മസിലും ബോണും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലിന് ബലം കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മസിലിനും കൂടി ബലം കുറയാ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കാൻ പറയുന്നത്? എസ്പെഷ്യലി തീരെ ചെറുപ്പക്കാരെല്ലാം എക്സസൈസ് ചെയ്യേണ്ടത് കൂടുതൽ. പ്രായമാവും തോറും പ്രായം കൂടുതലുള്ളവരാണ് എക്സസൈസ് കൂടുതൽ ചെയ്യേണ്ടത്. ബിക്കോസ് എക്സസൈസ് ഇസ് വൺ ഓഫ് ദ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് ആണ് നമുക്ക് ബേസിക്കലി എല്ലിനും മസിലിനും കെട്ടിവെക്കാൻ വേണ്ടത്. വിച്ച് ഇസ് ദ സേഫസ്റ്റ് എക്സസൈസ് ഫോർ ഹെൽത്തി ബോൺസ് ആൻഡ് മസിൽസ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി പറയുമ്പോൾ ഒന്നുകിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയാം. പക്ഷേ ആക്ച്വലി ദർ ആർ സം മസ്കുലോസ്കെലറ്റൽ ഇഷ്യൂസ് വിച്ച് ആർ ഓൾസോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അപ്പോഴും നിങ്ങൾ ഒരു കാല് മടങ്ങിപ്പോയാലും യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. കാല് മടങ്ങിപ്പോയി കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ കൂടുതലാണ്, 2 ദിവസം കഴിഞ്ഞിട്ടും ഇംപ്രൂവ്മെന്റ് ഇല്ല, തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്, ഡെഫിനറ്റ്ലി യു ഷുഡ് കൺസൾട്ട് എ സയന്റിഫിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഷീ വാസ് നോട്ട് വാക്കിംഗ് സിൻസ് ലാസ്റ്റ് മേ ബി ഒരു 3 to 4 months ആയിട്ട് നടക്കാനേ പറ്റാത്ത പേഷ്യൻ്റാണ്. നിങ്ങൾ ഇത്ര പ്രായമായി അതുകൊണ്ട് തേയ്മാനായി അതുകൊണ്ടൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ക്വാളിറ്റി നിങ്ങൾ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ആ ജീവിക്കുന്നിടത്തോളം ദിവസങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മുട്ടുവേദന, നടുവേദന, തോളുവേദന, സന്ധി വേദന, പിന്നെ അതുപോലെ തന്നെ വാദം, ഈ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒത്തിരി അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് പേഴ്സണലി ഐ എം വെരി ഹാപ്പി, കാരണം എൻ്റെ ഡോക്ടറാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, ഡോക്ടർ നിജിത് ഗോവിന്ദൻ. വെൽക്കം ടു അവർ ഷോ. ഡോക്ടർ ഇസ് ദി HOD ആൻഡ് ഹി ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് അറ്റ് വെൽകെയർ ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ നിങ്ങൾ ഷോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് സിവിയർ സ്പോണ്ടിലോസിസ് വന്നതാണ്. അന്ന് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ നേരെ ചൊവ്വേ ആയത്. അതല്ലാതെ ഡോക്ടർ ഇസ് ഹോൾഡിംഗ് എ വെരി പ്രസ്റ്റീജിയസ് പൊസിഷൻ വിച്ച് ഇസ് he is a fellowship program director for Indian Arthroscopic Society. അതായത് ഡോക്ടേഴ്സ് വന്നിട്ട് സാറിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്യുന്നതാണ് ഫോർ ആർത്രോസ്കോപ്പി. ഇതിന് ആർത്രോസ്കോപ്പി എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, വെൽക്കം ടു അവർ ഷോ സർ. പ്ലഷർ ഹാവിങ് യു ഓൺ ദ ഷോ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും ഹസ്ബൻഡും എല്ലാവരും പോകുന്ന ഡോക്ടറിൻ്റെ അടുത്താണ്. സോ വെരി ഹാപ്പി ടു ഹാവ് യു. ഡോക്ടർ, ഐ നോ, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതാണ് ദ കൈൻഡ് ഓഫ് ക്രൗഡ് ദാറ്റ് യു ഹാവ് ഔട്ട്സൈഡ് യുവർ outpatient OP. And അതല്ലാതെ എനിക്കറിയാം, on a average day when it is an operation theatre day, ഒരു 6 to 8 സർജറീസ് വരെ ചെയ്യും. That's a huge number to handle in a single day. ഈ ജോലിയുടെ ഒരു ഓർത്തോപെഡിക് സർജൻ, ആർത്രോസ്കോപ്പിയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് which is the most satisfying part of your job? എനിക്ക് സർജറി ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു പാഷൻ ആൻഡ് ഐ ലൈക്ക് ദ മോസ്റ്റ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ വെൻ ഐ കമ്പയർ സർജറി ഡേ ടു OP ഡേ, എനിക്കൊന്ന് ഐ വിൽ ബി മോർ ടയേർഡ് ഇൻ OP ഡേയ്സ്. ദാറ്റ് മീൻസ് വാട്ട്, എനിക്ക് സർജറി ചെയ്യാൻ അത്ര സർജറി ഡേയ്സ് ഐ വിൽ നോട്ട് ബി ടയേർഡ്. ഞാൻ അത്ര ടയേർഡ് ആവില്ല തീരെ. എത്ര സർജറി ചെയ്താലും മേ ബി ഐ യൂസ് ടു ഡു 8 to 10 സർജറി എ ഡേ OT ഡേയ്സ്. അപ്പം എന്നാലും വൈകുന്നേരമായ ഐ ഫീൽ വെരി ഫ്രഷ്, എനർജൈസ്ഡ്. ഓക്കെ. അപ്പം പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണാമെന്നുള്ള അവരുടെ ഒരു റെസ്പോൺസ്, അവരോട് സർജറി നന്നായി നടന്നു, കുഴപ്പമില്ല, പേഷ്യൻറ്റ് സ്റ്റേബിൾ, അനസ്തേഷ്യ, റിക്കവറി വാസ് ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിനെ കാണുകയാണ് നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എസ്പെഷ്യലി ആസ് എ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ ദ വെരി നെക്സ്റ്റ് ഡേ അവരെ നടത്തിക്കുക. അപ്പം കുഴപ്പമില്ലാണ്ട് നടക്കുക. പിന്നെ ഐ ഡു മോർ ഓഫ് മുട്ട് മാറ്റിവെക്കൽ സർജറികളാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ പേഷ്യൻറ്റ് നടന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. സാറിന് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ പറയാം, 1-2 കേസിൽ ഇപ്പം എനിക്ക് ഓർമ്മിക്കാവുന്ന 1-2 സ്പെഷ്യൽ കേസസ് ഉണ്ട്. അതിലൊന്ന് നമ്മളെ നാരായണൻ മാസ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, കാലടിയില്ല നാരായണൻ നായർ. പുള്ളിയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗാന്ധിയനാണ് പുള്ളി. ബിക്കോസ് ഹീ ഈസ് നൗ 102 ഏജ്. അപ്പോൾ പുള്ളി ആക്ച്വലി ഒരു മേ ബി ഒരു 98 year old എൻ്റെ അടുത്ത് ഹിപ്പിന് ഇഷ്യൂ ആയിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു 98 year old ആയില്ലേ, പ്രായം എപ്പോഴും ഒരു നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എത്ര പ്രായമായില്ലേ അപ്പോൾ സർജറി വേണമെന്നുള്ളത്. അപ്പം ഈ നാരായണൻ നായരുടെ കാര്യത്തിലും അതുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് പുറത്തൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ് അങ്ങനെ കുറേ ഔട്ട്സൈഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ബാക്കിയുള്ളവർ പറയുന്നൊന്നും നോക്കണ്ട, സാറ് സർജറി ചെയ്യും, ബിക്കോസ് എനിക്ക് ബെഡ് റിഡൺ ആവണ്ട, ഐ വോണ്ട് ടു വാക്ക്, ഈദർ ഐ വോണ്ട് ടു ലീവ് ഓർ എൽസ് ഐ വോണ്ട് ടു
ഐ മീൻ ഒന്നൊക്കെ എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണ്ട എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ സർജറി ചെയ്തു. പുള്ളി ഇപ്പം 102 വയസ്സായി. വെൻ ഐ വാസ് ഡൂയിങ് സർജറി ഹി വാസ് 98. ഇപ്പം 102 വയസ്സായി. ഇതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പോൾ റീസെന്റ് ഒരു റിവിഷൻ ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തു. റിവിഷൻ ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം സർജറി ചെയ്തു, അത് എന്തെങ്കിലും റീസൺ കൊണ്ട് ഫെയിൽ ആയി പോയി. കുഡ് ബി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ അത് വെച്ച സാധനങ്ങൾ ലൂസായി പോവുക, അല്ലെങ്കിൽ സ്പൈനിന്റെ പ്രോബ്ലം കൊണ്ട് വരിക. എന്തായാലും ദാറ്റ് ഈസ് കോൾഡ് റിവിഷൻ റീപ്ലേസ്മെന്റ് സർജറി. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഇത് ഒമാൻ വന്നു റീസെൻറ്റ് പാസ്റ്റ് ഒരു 6 months ഉള്ളിൽ. അപ്പം പുള്ളിക്ക് അത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് വേറെ എവിടെ നിന്നോ ചെയ്തിട്ട് വന്നതാണ്. ഹിപ്പ് ഇളകിപ്പോയി, നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഷീ വാസ് നോട്ട് ഫിറ്റ് ഫോർ സർജറി. നമുക്കൊരു സർജറി ചെയ്യണമെങ്കിൽ കാർഡിയാക് സൈഡും അനസ്തേഷ്യ സൈഡും ഫിസിഷ്യൻ സൈഡൊക്കെ ജനറൽ കണ്ടീഷൻ ഫിറ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഈ പേഷ്യന്റ് കാർഡിയാക് സൈഡ് ഫിറ്റ് അല്ല. ഇവരുടെ ഇജക്ഷൻ ഫ്രാക്ഷൻ, പമ്പിങ് വളരെ കുറവാണ് ഹാർട്ടിന്റെ. ഇജക്ഷൻ ഫ്രാക്ഷൻ അറൌണ്ട് 30 ഒക്കെ ഉള്ളൂ. അപ്പം മേ ബി ഒരു ഓൺ ടേബിൾ ഡെത്ത് വരെ സംഭവിക്കുക നമ്മൾ സർജറിക്ക് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ വി ഹാവ് എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു ദ ബൈസ്റ്റാൻഡേഴ്സ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇൻക്ലൂഡിങ് ഈ റിസ്ക് പറഞ്ഞു. പക്ഷേ ഇതെന്താ പറയുക, ഈ ബൈസ്റ്റാൻഡേഴ്സും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതൊരു സർജനെ സംബന്ധിച്ച് വലിയൊരു കാര്യം അത്. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻറ്റും പോസിറ്റീവാണ്, നമ്മളോട് ഭയങ്കര ട്രസ്റ്റ് ആണ്. അതുകൂടാണ്ട് നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും. അപ്പോൾ അങ്ങനെ ഈ സർജറി ചെയ്തു. സംഭവം സർജറിയൊക്കെ നന്നായിട്ട് വന്നു. ആൻഡ് ഹി കെയിം ഔട്ട് വെൽ ആഫ്റ്റർ അനസ്തേഷ്യ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഷീ വാസ് നോട്ട് വാക്കിംഗ് സിൻസ് ലാസ്റ്റ് മേ ബി ഒരു 3 to 4 months ആയിട്ട് നടക്കാനേ പറ്റാത്ത പേഷ്യൻ്റാണ്. ഈ രണ്ട് പർട്ടിക്കുലർ ഇപ്പോൾ നാരായണൻ നായരുടെ കാര്യം, പിന്നെ ഈ ഒരു അറബ് പേഷ്യൻറ്റിൻ്റെ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ നോർമലി നമുക്ക് വി ഗെറ്റ്സ് ഐ മീൻ വിൽ ബി വെരി ഹാപ്പി ആഫ്റ്റർ സീയിങ് ദ സർജറി, സീയിങ് പേഷ്യൻ്റ് ആഫ്റ്റർ ദ സർജറി. പക്ഷേ ഈ രണ്ട് ഇൻസ്റ്റൻസ് ഈവൻ മോർ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ അത് നമുക്ക് ഭയങ്കര ഒരു നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. നമ്മളൊരു വലിയൊരു കാര്യം ചെയ്ത മാതിരി. അതാണ് നമ്മുടെ ഓരോ സർജറി എനിക്ക് തോന്നുന്നു മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയൊരു കാര്യം. അതാണ് എനിക്ക് തോന്നുന്നത്. സർജൻസിന് വല്ലാണ്ട് പെട്ടെന്ന് ഏജ് ആവില്ല. മേ ബി ഇതായിരിക്കും ഒരു റീസൺ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ OP ആണെങ്കിൽ ടയർഡായിരിക്കും, അല്ല പേഷ്യൻസിനോട് സംസാരിച്ച് നമ്മൾ ഭയങ്കര ടയർഡായിപ്പോവും. ഇപ്പോൾ ബൈ ദ ഈവനിങ് ഒരു 50-60 പേഷ്യൻസിനൊക്കെ കണ്ട് ഈവനിങ് ആകുമ്പോൾ. പക്ഷെ നമ്മളൊരു 8 to 10 സർജറി, 10 സർജറി, 12 സർജറി, ഞാൻ 12 സർജറി ഒക്കെ ചെയ്ത ദിവസങ്ങളുണ്ട്. എന്നാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രഷ് ആവും. വീട്ടിൽ പോയാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇന്ത്യൻ ആർത്രോസ്കോപ്പിക് സൊസൈറ്റിയുടെ പ്രോഗ്രാം ഡയറക്ടറാണ് ഫോർ ദ ഫെലോഷിപ്പ് പ്രോഗ്രാം അല്ലേ? ദിസ് ഈസ് എ വെരി വെരി prestigious position to hold. What exactly gives you so much of happiness about this profile? എന്താണ് exactly that you do and how does it impact you? See, Indian Arthroscopy Society means ഇപ്പം നമ്മുടെ ഓർത്തോപെഡിക്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ബോഡിയാണ് ഇന്ത്യൻ ആർത്രോസ്കോപ്പി സൊസൈറ്റി. അപ്പം ഇതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ ഇപ്പോൾ കേരളത്തിൽ 2 സെൻറ്റേഴ്സിനാണ് കിട്ടിയത്. പക്ഷേ ഇൻഫാക്ട് ഐ ആം ദ ഓൺലി വൺ ഹു ഈസ് റണ്ണിങ് ദിസ് ഫെലോഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ എൻ്റെ 8th ഫെല്ലോ ഇപ്പം ഫെലോഷിപ്പ് കഴിഞ്ഞിട്ട് പോയി അവിടെ നിന്ന്. അപ്പോൾ ഇത് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഓർത്തോപെഡിക് ബോഡിയാണ്. അവരുടെ അക്രഡിറ്റേഷനിൽ എനിക്കൊരു അവരെന്നെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം ഡയറക്ടറായി സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമാണത്. അപ്പം അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറാണ് ഞാൻ. എൻ്റെ അണ്ടറിൽ കുറേ എക്സ്പീരിയൻസ് ദാറ്റ് നമുക്കിപ്പോൾ ഫ്രഷേഴ്സ് അല്ല വരുന്നത്. ഇപ്പോൾ വർക്കിംഗ് ഓർത്തോപെഡിക് സർജൻസാണ് വരുന്നത്. പലപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരും, ഡൽഹിയിൽ നിന്ന് വരും, കേരളത്തിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ഇവരൊക്കെ വർക്കിംഗ് ഓർത്തോപെഡിക് സർജൻസ് നമ്മളെ അടുത്ത് വന്ന് നമ്മളെ അണ്ടറിൽ ആർത്രോസ്കോപ്പി ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ആർത്രോസ്കോപ്പി എന്താണ്? ആർത്രോസ്കോപ്പി മീൻസ് ഇറ്റ്സ് കീ ഹോൾ സർജറി. ഇറ്റ്സ് ലൈക്ക് ലാപ്രോസ്കോപ്പി. ഇപ്പോൾ വയറിലൊക്കെ നമ്മൾ കീ ഹോൾ സർജറി ചെയ്യുന്നതിനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്. അപ്പോൾ ഈ ജോയിൻറ്റിൽ ചെയ്യുന്ന കീ ഹോൾ സർജറിക്കാണ് നമ്മൾ ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ ലിഗമെന്റ് സർജറി, അല്ലെങ്കിൽ ഐ മീൻ കാർട്ടിലേജിന്റെ സർജറീസ്, അല്ലെങ്കിൽ മെനിസ്കസ്, മുട്ടിലുള്ള മെനിസ്കസ് സർജറി, ഷോൾഡറിനാണെങ്കിൽ റൊട്ടേറ്റർ കഫ് സർജറി, അല്ലെങ്കിൽ ഷോൾഡർ തെറ്റിപ്പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇൻസ്റ്റെബിലിറ്റി. ഇതിനൊക്കെ നമ്മൾ ആർത്രോസ്കോപ്പിയിൽ കൂടെ അഡ്രസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആർത്രോസ്കോപ്പി ഈസ് നത്തിങ് ബട്ട് കീ ഹോൾ സർജറി ടു ദ ജോയിന്റ്സ്. ഓക്കെ, സോ ഇന്ത്യൻ ആർത്രോസ്കോപ്പി സൊസൈറ്റി അക്രഡിറ്റഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആണ് ഓർത്തോപെഡിക്സിൽ. നാഷണൽ വൈസ് ഇറ്റ് ഇസ് എ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ബോഡി. ആൻഡ് അതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടുക, നമുക്ക് റൺ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതിലും വലിയൊരു അച്ചീവ്മെന്റ്. ആക്ച്വലി ഇറ്റ്സ് വെരി ലെസ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം നമ്മൾ പല ഐറ്റസും ഓസസും ഒക്കെ കേൾക്കാറുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് തിരിച്ചറിവ് ഒരു ജനറൽ പബ്ലിക്കിന് ഉണ്ടാറില്ല. എസ്പെഷ്യലി ഒരു 20s 30s വരെ. ഒരു 40s ഒക്കെ തുടങ്ങുമ്പോൾ ഒരു മുട്ടുവേദനയും നടുവേദനയും ഒക്കെ തുടങ്ങും, പക്ഷേ ആ ഒരു ഏജ് ഗ്രൂപ്പിന് ഒട്ടും തന്നെ അറിയില്ല. സോ ജസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്താ?
ഓസ്റ്റിയോപോറോസിസ് ഇസ് നത്തിങ് ബട്ട് ബോൺ ഡെൻസിറ്റി, നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് അതെപ്പോഴാണ് സെറ്റ്? ഓസ്റ്റിയോപോറോസിസ് നോർമലി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ട്. അതായത് പ്രൈമറി എന്ന് പറയുമ്പം നമ്മൾ പ്രായമാകുമ്പം അല്ലെങ്കിൽ ഫീമെയിൽസിൽ പോസ്റ്റ് മെനോപോസൽ ഏജിലൊക്കെ വരുന്ന ഹോർമോണൽ ചേഞ്ച് കാരണം വരുന്നതിനാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ചില ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വരും. ചിലപ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ, നമ്മൾ ബോൺ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിലൊക്കെ ഇഷ്യൂസ് വരുമ്പം വരുന്നത്. അത് ചിലപ്പോൾ ചെറുപ്പക്കാരിലും ചിലപ്പോൾ അസ്ഥിക്ക് ബലം കുറയാൻ കാരണമാണ്. അപ്പോൾ എന്തിനാണ് ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കാൻ പറയുന്നത്? കാൽഷ്യം ഓഫ് കോഴ്സ് ബോൺ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കാൽഷ്യം മാത്രം പോരാ, കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, ഇപ്പോൾ ഇതൊക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് വി നീഡ് വൈറ്റമിൻ ഡി. അപ്പം നോട്ട് ഓൺലി ദ കാൽഷ്യം വിച്ച് ഇസ് റിക്വയർഡ്. ഓഫ് കോഴ്സ് അതിൻ്റെ ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, എക്സസൈസ് ചെയ്യണം. നിങ്ങൾ ബോൺ ഡെൻസിറ്റി കൂടണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യണമെങ്കിൽ എക്സസൈസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ബോൺ ഡെൻസിറ്റിനെ പറ്റി പറയുകയാണെങ്കിലും കൂടിയിട്ട് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദ ബോൺ വർക്ക് ടാൻഡം വിത്ത് മസിൽസ്. അത് മസിലും ബോണും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലിന് ബലം കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മസിലിനും കൂടി ബലം കുറയുക ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പീക്ക് ബോൺ മാസ് ഒക്കെ വരുന്ന മാക്സിമം എത്തുന്നത് ഒരു 30-35 ഇയേഴ്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എവറിബഡി ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് നമ്മുടെ എല്ലിന് ഒരു കാറ്റബോളിക് സ്റ്റേറ്റ് ആണ്. നമുക്ക് എല്ലിനും മസിലിനൊക്കെ ബലം കുറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഡയറ്ററി കെയർ എടുക്കണം. നമ്മുടെ കുറച്ചുകൂടി ഡയറ്റ് ബാലൻസ് ചെയ്യണം. റെഗുലർ എക്സസൈസ്, അതെ, പ്രോട്ടീൻ, മിനറൽസും പ്രോട്ടീൻസും ഒക്കെ കൂടുതൽ എടുക്കണം. അതുകൂടാണ്ട് തന്നെ കുറച്ച് എക്സസൈസ് ചെയ്യണം. എസ്പെഷ്യലി തീരെ ചെറുപ്പക്കാരല്ല എക്സസൈസ് ചെയ്യേണ്ടത്. കൂടുതൽ പ്രായമാവും തോറും പ്രായം കൂടുതലുള്ളവരാണ് എക്സസൈസ് കൂടുതൽ ചെയ്യേണ്ടത്. ബിക്കോസ് എക്സസൈസ് ഇസ് വൺ ഓഫ് ദ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് ആണ് നമുക്ക് ബേസിക്കലി എല്ലിനും മസിലിനും കെട്ടിവെക്കാൻ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടി ചോദ്യം ചോദിക്കട്ടെ, വിച്ച് ഇസ് ദ സേഫസ്റ്റ് എക്സസൈസ് ഫോർ ഹെൽത്തി ബോൺസ് ആൻഡ് മസിൽസ്? ഞാൻ ഓപ്ഷൻസ് തരാം. 1 ഇസ് റണ്ണിങ്, പിലാറ്റിസ്, സ്ട്രെങ്ത് ട്രെയിനിങ്, സുംബ, യോഗ. ആക്ച്വലി എൻ്റെ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ ഇതൊന്നല്ല. ഞാൻ പറയുമ്പോൾ സ്വിമ്മിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫ്. ബിക്കോസ് സ്വിമ്മിങ്ങിൽ ഇപ്പോൾ സപ്പോസ് ഒരു മുട്ടുവേദന, മുട്ട് തേയ്മാനമുള്ള ആളാണെന്ന് വിചാരിച്ചു, മുട്ടിൽ സ്ട്രെയിൻ വരുന്നില്ല. പിന്നെ ഈ മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ട്രെഡ്മില്ല അല്ലെങ്കിൽ നടത്തമൊന്നും അഡ്വൈസബിൾ അല്ല. അപ്പോൾ ഇവർക്ക് സ്വിം ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻസിൽ വലിയ സ്ട്രെയിൻ വരില്ല. പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ കാർഡിയോ എക്സസൈസ് ആണത്. യുവർ ബ്രീത്തിങ് വിൽ ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ് ഭയങ്കരമായിട്ട്. അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം സ്വിം ചെയ്തിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ മനസ്സിലാവും. ഒരു 2-3 ഫ്ലോർ കയറുമ്പോൾ മനസ്സിലാവും. സ്വിം ചെയ്യുന്നതിൻ്റെ മുമ്പ് കയറുമ്പോഴും അത് കഴിഞ്ഞിട്ട് കയറുമ്പോഴും ഇറ്റ്സ് ബേസിക്കലി എ വെരി ഗുഡ് ബ്രീത്തിങ് എക്സസൈസ്. ആൻഡ് ആസ് ഫാർ ആസ് ദ സ്പൈൻ ഇസ് കൺസേൺ, അഗൈൻ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്. ഫുൾ എക്സ്റ്റൻഷനാണ്, സ്പൈൻ എക്സ്റ്റൻഷനാണ് നമ്മളിപ്പോൾ സ്വിം ചെയ്യുമ്പോൾ. പിന്നെ എല്ലാം മസിൽസും സ്ട്രെച്ച് ചെയ്യും, ജോയിൻസിൻ്റെ ഒരു സപ്ലിനെസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത്രയും നല്ലൊരു എക്സസൈസ്. എന്നോട് എപ്പോൾ ആര് ചോദിച്ചാൽ ഐറ്റൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ better is to go for swimming. And ഈ നടുവേദനയൊക്കെ ഉള്ളവർക്ക് definitely swimming is good. And floor strengthening, is that a floor good strengthening option? Yeah, of course. ഇപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മുട്ടുവേദന, നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഫ്ലോർ സ്ട്രെങ്തനിങ് മസിൽ സ്ട്രെങ്തനിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ they will get double benefit. Okay. That is the best. അതായത് കിടന്നുകൊണ്ട്. അതെ, വെയിറ്റ് ബെയറിംഗ് ചെയ്യേണ്ട. അപ്പോൾ മുട്ടിന് തേയ്മാനുള്ളവർക്ക് നമുക്ക് നൃത്തം നടത്തൊന്നും അത്ര അഡ്വൈസബിൾ അല്ല. അല്ലെങ്കിൽ സ്പൈൻ പ്രശ്നമുള്ളവർക്ക് ട്രെഡ്മില്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഗ്രവേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിടന്നിട്ടുള്ള എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ്, ഓഫ് കോഴ്സ് സ്ട്രെങ്ത് വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഡിസ്കിനുണ്ട് അല്ലെങ്കിൽ സ്പൈൻ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെയൊക്കെ ചുറ്റുമുള്ള മസിൽസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കിടന്നിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഗിവ് യു എ വെരി ഗുഡ് റിസൾട്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ എസ്പെഷ്യലി സ്പൈൻ്റെ കേസിൽ ഇപ്പോൾ എപ്പോഴും സ്പൈൻ്റെ മെയിൻ ഇപ്പോൾ എല്ലാവർക്കും നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മൾ ഒ പിയിൽ വരുന്ന ഒരു പർട്ടിക്കുലർ വലിയൊരു പെർസെൻറ്റ് ഓഫ് പേഷ്യൻസ് ആർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ സ്പൈൻ പെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മളെ ഫ്ലെക്ഷൻ ആക്ടിവിറ്റി, നമ്മളൊക്കെ എപ്പോഴും മുന്നിലേക്ക് കുനിയാനുള്ളൊരു ടെൻഡൻസിയാണ്. രണ്ടാമത്തെ വെർട്ടിക്കൽ പ്രഷർ. ഇപ്പോൾ കുറേ സമയം ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അതാണ് നമ്മുടെ സ്പൈൻ്റെ വെർട്ടിക്കൽ പ്രഷർ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി സ്പൈൻ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇവഞ്ച്വലി ദേ ലാൻഡ് അപ്പ് ഇൻ ഡിസ്ക് ഡിസീസ്. ഇനീഷ്യലി ബാക്ക് പെയിൻ ആയിട്ട് വരും, പിന്നെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദന കയ്യിലേക്കോ കാലിലേക്കോ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മൾ ഒ പിയിൽ കാണുന്ന ഒരു വലിയ ഹ്യൂജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് ഈ ബാക്ക് പെയിൻ വരുന്നത്. അതിൻ്റെ ബേസിക് റീസൺ അതാണ്, ആ ഒരു ഫ്ലക്ഷൻ, നമ്മളെ ബേസിക് ടെൻഡൻസി അതാണ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ നമ്മളിപ്പോൾ പ്രായമാകുമ്പോൾ ആളുകൾ കൂനി പോകുന്നത് അതുകൊണ്ടാണ്. ശരിക്കും നമുക്ക് എക്സ്റ്റൻഷൻ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്, മസിൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം വാട്ട് ഡു യു നോട്ടീസ്? പലരും ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഒരു വശത്ത്. മറുവശത്ത് എല്ലാവരും ലാപ്ടോപ്സും ഗാഡ്ജറ്റ്സും കൂടുതൽ യൂസ് ചെയ്യാണ്. സോ ഇത് രണ്ട് സിറ്റുവേഷൻസ് മുന്നിൽ കാണുമ്പോൾ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഒബ്സർവ് ഇൻ ദി ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെൻറ്റ്? എന്താണ് നമ്പേഴ്സ് കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? ഓർ എനി പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എയിൽമെൻറ്റ്സ് കൂടിയിട്ടുണ്ടോ?
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഈ ഡെസ്ക് ജോബ് ഒരു വലിയൊരു റീസണാണ്. ഈ ഡെസ്ക് ജോബ് ചെയ്യുന്നവർ എപ്പോഴും അറിയേണ്ടത് എന്താ വെച്ചാൽ റെഗുലറായിട്ട് സ്പൈൻ സ്ട്രെങ്തനിങ്, ലോവർ ലിം സ്ട്രെങ്തനിങ് ചെയ്യണം. പിന്നെ അവരുടെ ഈ എർഗണോമിക് പ്രിൻസിപ്പിൾ, അവരെങ്ങനെ ഇരിക്കുന്ന രീതികളൊക്കെ ശരിക്കും കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യുനോ ദിൽ ഗെറ്റ് സം സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ഈ കണ്ടിന്യൂസ് ഇരുത്ത് അത്ര നല്ലതല്ല. ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് എണീറ്റ് നടക്കുക. ഇവരെന്തായാലും ഇരുന്നുള്ള ജോലിയുള്ളവർ ഡെഫിനറ്റ്ലി, ഇപ്പം ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്. ഇപ്പം ഞാനൊക്കെ സർജൻ ആയതുകൊണ്ട് ഐ വിൽ ബി നോട്ടി OP അങ്ങനെ കുറച്ചൊരു മൊബിലിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ നോൺ സർജിക്കൽ സ്ട്രീമിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം IT പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന വേണം. അല്ലാണ്ട് വേറെ ഒരു ബെയിൽ ഔട്ട് ഓപ്ഷൻ ഇല്ല അതിൽ. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി പറയുമ്പോൾ ഒന്നുകിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയാം. പക്ഷേ ആക്ച്വലി ദർ ആർ സം മസ്കുലോസ്കെലിറ്റൽ ഇഷ്യൂസ് വിച്ച് ആർ ഓൾസോ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ ഒരു പെർട്ടിക്കുലർ പോസ്റ്ററിൽ കുറേ സമയം നോക്കുക. അതാ ഞാൻ പറഞ്ഞ ആ എർഗണോമിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഡയറ്ററി ഹാബിറ്റ് ഈവൻ അഫക്ട് ദ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം ഓൾസോ. പക്ഷേ ഇതിനൊക്കെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടർ മോഡിഫയബിൾ ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു ജനറ്റിക് അസുഖം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു അസുഖം, അതിൻ്റെ ഒന്നും റിസ്ക് ഫാക്ടർ മോഡിഫയബിൾ അല്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഊർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന മാതിരി ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് വി ക്യാൻ മോഡിഫൈ ദോസ് ആർ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ആ റിസ്ക് ഫാക്ടറിൽ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് വരും. ഈ എർഗണോമിക് എന്ന് പറയുന്നത് എർഗണോമിക് ഈസ് നത്തിങ് ബട്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം, ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ ഇരിക്കണം, നമ്മുടെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം, നമ്മുടെ ലെഗ് ഹൈറ്റ് എത്ര വേണം വിത്ത് ചെയർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എർഗണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. ഇനി വി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഡോക്ടർ, എനിക്ക് സ്പോണ്ടിലൈറ്റിസ് സ്പോണ്ടിലോസിസ് തമ്മിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. വാട്ട് എക്സാക്ട്ലി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? എനിത്തിങ് വിച്ച് എൻഡ്സ് വിത്ത് ഐറ്റിസ്. അത് പ്രോബബ്ലി ഇൻഫ്ലമേഷൻ ആണ്. ഇപ്പോൾ നിങ്ങളിപ്പം സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറഞ്ഞപ്പോൾ സ്പൈനിൽ അല്ലെങ്കിൽ ഫേസഡ് ജോയിൻസ് ഒക്കെ ഉണ്ട് സ്പൈനിൽ. അപ്പോൾ ഈ ഫേസഡ് ജോയിനിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ലോങ് ജേർണി ചെയ്തു അല്ലെങ്കിൽ ഒരു ബാഡ് പോസ്ചറിൽ കുറേ നേരം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു, അപ്പോഴൊക്കെ ഒരു ഇൻഫ്ലമേഷൻ വരാം. അതിനാണ് നമ്മൾ സ്പോണ്ടൈലൈറ്റിസ്. ദാറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ ലോങ്. അതിപ്പോൾ ആ ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബെറ്റർ ആയി പോകും. സ്പോണ്ടൈലോസിസ് ഇസ് നത്തിങ് ബട്ട് ഡീജനറേഷൻ. അവരിപ്പം എസ്പെഷ്യലി സ്പൈനിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവിടെ ഫേസഡ് ജോയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈൻ അട്ടിക്ക് വെച്ചിരിക്കുന്ന ഫേസഡ് ജോയിൻസ് ഉണ്ട്. ഈ ഫേസഡ് ജോയിൻറ്റിൽ വരുന്ന എന്തെങ്കിലും ഇറ്റ്സ് ലൈക്ക് നമ്മുടെ അതർ ജോയിൻസ്, ഒരു സൈനോവിയൽ ജോയിൻറ്റ് തന്നെയാണ് അത്. നമ്മുടെ ഷോൾഡർ, നീ ഒക്കെ മരുന്ന് ചെറിയ ജോയിൻസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്പൈൻ വെർട്ടിബ്രേസ് അട്ടിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തേയ്മാനത്തിനാണ് നമ്മൾ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായി? തേയ്മാനം യൂഷ്വലി കുറച്ച് ഏജ് ആകുമ്പോഴൊക്കെയാണ് തേയ്മാനം കാണാം. സ്പോണ്ടൈലൈറ്റിസ് ക്യാൻ ഹാപ്പൻ എനി ഏജ്. ഇപ്പോൾ നിങ്ങളൊരു സ്ട്രെയിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ലോങ് ജേർണി ഒക്കെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഇഞ്ചുറി ആൻഡ് ടെയർ. അതായത് സ്പ്രെയിൻ ആണോ ഫ്രാക്ചർ ആണോ, അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എപ്പോഴും നമ്മൾ OP-യിൽ കാണുന്ന വേറൊരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആണ് ഈ കാല് മടങ്ങി പോവുക, ആംഗിൾ തെറ്റിപ്പോവുക. മനസ്സിലായി? എപ്പോഴും കാണും. ഇപ്പോൾ എമർജൻസിയിലാണെങ്കിലും കാല് തെറ്റിപ്പോവും. അപ്പോൾ ഈ കാല് തെറ്റിപ്പോകുമ്പോൾ 2 ടൈപ്പ് ഇഞ്ചുറി ഉണ്ടാവുന്നത് ബേസിക്കലി. ഇപ്പോൾ ആംഗിൾ ജോയിന്റിൽ, ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണങ്കാലിൻ്റെ ജോയിന്റ്, ഉളുക്ക് അല്ല, ആംഗിൾ ജോയിന്റിൽ ഉണ്ടാവുന്ന 2 ടൈപ്പ് ഇഞ്ചുറിയാണ്. അതിൽ ഒരു ടൈപ്പാണ് ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ. 80% ഉളുക്കായിരിക്കും, സ്പ്രെയിൻ ആയിരിക്കും. പക്ഷേ ദർ ഇസ് സംതിങ് 10 to 20% അത് ടയർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാല് മടങ്ങിപ്പോയാലും യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. കാല് മടങ്ങിപ്പോയി കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ കൂടുതലാണ്, 2 ദിവസം കഴിഞ്ഞിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്, ഡെഫിനറ്റ്ലി യു ഷുഡ് കൺസൾട്ട് എ സയൻറ്റിഫിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ഇൻ കേസ് ഇഫ് യു മിസ് ദ ടയർ, അതായത് 80% സ്പ്രെയിൻ ആണ്, 10-20% ലിഗമെന്റ് ടയർ ആയിരിക്കും, ലിഗമെന്റ് പൊട്ടിപ്പോയതായിരിക്കും. ഈ ടയർ ആണെങ്കിലും ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾക്ക് ആംഗിൾ ഇൻസ്റ്റബിലിറ്റി വരും. അപ്പോൾ ആംഗിളിനെ സംബന്ധിച്ച് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജോയിൻസിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്, സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സാണ്. ഈ ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റബിലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി അത് തെറ്റി തേയ്മാനത്തിലേക്ക് പോകാം. അപ്പോൾ തേയ്മാനം എപ്പോഴും ഒരു മോശമായിട്ട് എൻഡ് സ്റ്റേജാണ്. പല അസുഖത്തിൻ്റെ എൻഡ് സ്റ്റേജാണ് തേയ്മാനം, സന്ധി തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ലിഗമെന്റ് ഇഞ്ചുറി സംഭവിച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഇസ് എ സ്ട്രെയിൻ ഓർ ടയർ, ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ചില കേസിൽ ഐ ഹാവ് ഓപ്പറേറ്റഡ് സോ മെനി പേഷ്യൻസ് ഓൾസോ. മനസ്സിലായില്ല? അതായത് അവർ ഇനിഷ്യലി അവർ സ്പ്രെയിൻ മാറി ട്രീറ്റ് ചെയ്യും, പക്ഷെ പിന്നെ അവരൊരു 2-3 മാസം ചെയ്തിട്ട് അൺഈവൻ സർഫസിൽ നടക്കുമ്പോൾ തെറ്റാൻ തുടങ്ങും.
അപ്പോൾ തെറ്റുമ്പോൾ പിന്നെ അവർക്ക് വേറെ എൻ്റയർ ചേഞ്ചസും കണ്ടിന്യൂസ് പെയിൻ വരും. ദെൻ വിൽ ബി കമ്പൽ ടു ഗോ ഫോർ സർജറി. ഇനിഷ്യലി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ലിഗമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് സ്ട്രെങ്തൻ ചെയ്താൽ മതി. എല്ലാ മസ്കുലോസ്കെലറ്റൽ ഇഞ്ചുറീസും അങ്ങനെയാണ്. ഈതർ യു ക്യാൻ അഡ്രസ് ദാറ്റ് പ്രോബ്ലം ഓർ എൽസ് യു ട്രൈ ഫോർ എ കോമ്പൻസേറ്ററി മെക്കാനിസം. അതുപോലെ ഈ വാദം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ വാദം ഇസ് അഗൈൻ ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗദർ. സ്ഥിരം ഉപയോഗിക്കുന്ന വാദം ഒരു ഡേഞ്ചറസ് ടേം ആണ് ആക്ച്വലി സ്പീക്കിംഗ്. വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റിക്കാണ്, അതായത് രോഗപ്രതിരോധ ശക്തിക്കാണ് വാദം എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശക്തി അത് കൂടിയിട്ടുള്ള കണ്ടീഷൻസിനാണ് നമ്മൾ വാദം എന്ന് പൊതുവേ എല്ലാവരും പറയുന്നത്. സന്ധിവാദം, ആമവാദം എന്നൊക്കെ പറയുന്നത് എനിക്ക് മലയാളത്തിലുള്ള ടേംസ് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ ഈ വാദം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെയാണ് വാദം എന്ന് പറയുന്നത് ബേസിക്കലി. അതിപ്പം ജോയിൻസിൽ, ഇപ്പോൾ നമ്മൾ ഇതിലാണെങ്കിൽ ജോയിൻസിൽ വരാം, മസിൽസിൽ വരാം, പിന്നെ സ്കിന്നിൽ വരുന്ന കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഉണ്ട്. എപ്പോഴും വാദം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് മാനിയ ആൻഡ് ഡിപ്രഷൻ. നമ്മളെല്ലാവർക്കും മാനിയ ഉണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജ്. ചിലപ്പോൾ നമ്മളൊരു മാനിക് സ്റ്റേജ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഡിപ്രസീവ് ആയിരിക്കും. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മളെല്ലാവരും സൈക്കാട്രിക് പേഷ്യൻസ് ആണെന്നല്ല. അപ്പം വാദം ഇതേമാതിരി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ട്, രോഗപ്രതിരോധ ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല അസുഖം നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് തന്നെ മാറുന്നത്. പല ഇൻഫെക്ഷൻ, ഇപ്പോൾ നമുക്കൊരു H1N1 ഇൻഫെക്ഷൻ വന്നു, ഇൻഫ്ലുവൻസ വൈറൽ ഇൻഫെക്ഷൻ വന്നു, അത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ മാറിപ്പോകും. മനസ്സിലായില്ല? അപ്പം ഈ വാദം എന്ന് പറയാൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട്. അതൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ കൂടുതലായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ടുള്ളൂ. പ്രോബ്ലം ഈസ് വെൻ യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് എ ക്ലിനിക്കോ റേഡിയോളജിക്കലി അല്ലെങ്കിൽ സിംറ്റമാറ്റിക്കലി യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് എ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, യു ആർ സപ്പോസ് ടു ടേക്ക് either immunosuppressant medicines or steroids, that too lifelong. So you may have to take lifelong medication and all the medicines are immunosuppressant. അപ്പോൾ immunosuppressants കഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ദോഷം വരാം. അപ്പോൾ അത്രയും until and unless you are 100% proven as a autoimmune disease അല്ലെങ്കിൽ വാദം ആണെന്ന് അത്രയും ഡയഗ്നോസ് ചെയ്തിട്ട് മാത്രം അതിനെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. മനസ്സിലായി? നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞിട്ട് വാദം, മാമവാദം എന്ന് പറഞ്ഞിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എസ്പെഷ്യലി അൺസൈൻറ്റിഫിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരും. ഫ്യൂച്ചറിൽ എല്ലിനും മസിലിനും ബലം കുറയുക, റീനൽ ഇഷ്യൂ, കിഡ്നിക്ക് പ്രോബ്ലംസ് വരിക. എപ്പോഴും വാദം എന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഈ വാദം എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക് ആയിട്ട് അറിയണം എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെ എല്ലാ അസുഖവും നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക? ക്ലിനിക്കോ റേഡിയോളജിക്കലിയാണ്. ക്ലിനിക്കലി അതായത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം പേഷ്യൻറ്റ് ഹിസ്റ്ററി. നിങ്ങൾ പറയുന്ന ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണ്ട ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് റേഡിയോളജിക്കലി എന്തെങ്കിലും ഇമേജിങ് വേണമെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് മാത്രമേ നമ്മളൊരു ഡയഗ്നോസിൽ എത്തുള്ളൂ. ഏതൊരു അസുഖത്തിനാണെങ്കിലും ഇത് തന്നെയാണ് മോഡേൺ മെഡിസിൻ പ്രോട്ടോകോൾ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരാൾ ഇത്ര സിംറ്റംസ് പറഞ്ഞിട്ട് നമുക്കത് ഈ അസുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള വേറൊരു വലിയ പ്രശ്നമാണ് എന്താ വെച്ചാൽ ഫോണിലൂടെ വിളിച്ച് ചോദിക്കും. എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കും, റിലേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഞാൻ ഏതാ മരുന്ന് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയും നിങ്ങൾ വന്ന് കാണിക്കണം. അപ്പോൾ അവർ വിചാരിക്കും ഈ ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റിന് വരാനുള്ള ഒരു പരിപാടി. മനസ്സിലായില്ല? അങ്ങനെയല്ല അത് സത്യം. ഒരു പേഷ്യൻറ്റ് നിങ്ങൾ ഫോണിൽ ചോദിക്കുന്ന, ഫോണിൽ സിംറ്റംസ് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അയച്ചു തന്നുകൊണ്ട് എല്ലാം ആയില്ല. ആ പേഷ്യൻറ്റിനെ കണ്ട് പേഷ്യൻറ്റിനോട് സംസാരിച്ച് പേഷ്യൻ്റ് എല്ലാം കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അബ്സല്യൂട്ട് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ ഗൂഗിൾ ഡോക്ടറിനെ എത്ര പേടിക്കാറുണ്ട് ഡോക്ടർ? അയ്യോ, ഗൂഗിൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഒരു രക്ഷയില്ല. അത് ഗൂഗിളുകാരെ കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ വെച്ചാൽ പല വേറെ മേഖലയിലുള്ള ആളുകളാണ് ഓരോ കോമൻസ് പറയുന്നത്. ഇപ്പോൾ ഹെൽത്തിനെ പറ്റി പറയുന്നത് സിനിമയിലുള്ളവരായിരിക്കും. അവർ പറയില്ല റൈസ് ചോറ് ഉച്ചക്ക് മാത്രമേ കഴിക്കുള്ളൂ, പക്ഷേ അവർ രാവിലെ ദോശയായിരിക്കും, വൈകുന്നേരം പുട്ടായിരിക്കും. ഇൻ എഫക്ട് വാട്ട് ദേ ആർ ടേക്കിംഗ് 3 times റൈസ് തന്നെയാണ് കഴിക്കുന്നത്. കൈ ഇങ്ങനെ തട്ടിപ്പോയി, എവിടെയോ തട്ടിപ്പോയി, ഇടിച്ചു പോയി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് ബിക്കോസ് വി ആർ യൂസ്ഡ് ടു ഇറ്റ്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും ബോക്സേഴ്സ് ഫ്രാക്ചർ ആണ്. റീഹാബിലിറ്റേഷൻ, അതായത് സർജറി കഴിഞ്ഞിട്ട് റീഹാബ് ചെയ്ത് ചെയ്യുന്നത്. അതേ മറ്റൊരു ടേമാണ് പ്രീഹാബിലിറ്റേഷൻ. മനസ്സിലായി? ഇത് കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ മാതിരി അങ്ങനെ കാണാൻ പാടില്ല, ഒരു കാര്യം. രണ്ടാമത്തത്, ഈ വരുന്ന പേഷ്യൻ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്.